തിരുവനന്തപുരം മെട്രോ പ്രഖ്യാപനത്തോടെ ഉയർന്ന പ്രതീക്ഷകൾക്കൊപ്പം ചില ചോദ്യങ്ങളും ബാക്കിയാകുന്നു. അലൈൻമെന്റിൽ കിഴക്കേക്കോട്ട ഉൾപ്പെടെയുള്ള പ്രധാന സ്ഥലങ്ങൾ ഒഴിവാക്കിയെന്നാണ് ഇപ്പോൾ ഉയരുന്ന ആക്ഷേപം. കിഴക്കേക്കോട്ട ഒഴിവാക്കാൻ പാടില്ല, കാര്യം പത്മനാഭസ്വാമി ടെമ്പിൾ അവിടെയുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനായ ഈശ്വരനുള്ള സ്ഥലത്ത് മെട്രോ നിർത്തില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയാവൂ? 6 മാസത്തിൽ നിർമ്മാണം ആരംഭിക്കുമെന്ന് KMRL അവകാശപ്പെടുമ്പോൾ നിരവധി കടമ്പകൾ മറികടക്കാനുണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. സർക്കാർ അംഗീകരിച്ച അലൈൻമെന്റിൽ ചില മാറ്റങ്ങൾ കൂടി വേണമെന്നതാണ് പ്രധാന ആവശ്യം. പ്രധാന വ്യാപാര കേന്ദ്രമായ ചാലയും പത്മനാഭസ്വാമി ക്ഷേത്രവും ഉൾപ്പെടുന്ന കിഴക്കേക്കോട്ട അലൈൻമെന്റിൽ ഉൾപ്പെട്ടിട്ടില്ല. പാളയം കഴിഞ്ഞാൽ അടുത്ത സ്റ്റോപ്പ് പ്ലാമൂടാണ്. നിയമസഭ, വികാസ് ഭവൻ, കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള ഓഫീസുകളിൽ പോകുന്നവർക്ക് കൂടി സൗകര്യം ലഭിക്കുന്ന രീതിയിൽ ഒരു സ്റ്റോപ്പ് കൂടി വേണം. ഇവയെല്ലാം ഉൾപ്പെടുന്ന അലൈൻമെന്റ് മുൻപ് സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ടെന്ന് മെട്രോയുടെ ചുമതലയുണ്ടായിരുന്ന മുൻ പൊതുമരാമത്ത് സെക്രട്ടറി ബിജു പ്രഭാകർ. അപ്പൊ കിഴക്കേക്കോട്ടയും പോകുന്നില്ല, നിയമസഭാ കോംപ്ലക്സിന്റെ ഫ്രണ്ടിൽ ഇല്ലെന്നുള്ളതാണ് അവിടുത്തെ അലൈൻമെന്റിന്റെ പ്രധാന പ്രശ്നം. കിഴക്കേക്കോട്ടയിൽ നിന്ന് ഒരുപക്ഷെ ചാല വഴി തിരിഞ്ഞ് കിള്ളിപ്പാലത്തേക്ക് പോവുകയോ അതല്ലെങ്കിൽ അതിൽ നിന്ന് കിഴക്കേക്കോട്ടയിൽ നിന്ന് തിരിഞ്ഞ് ഇഞ്ചക്കൽ വഴി എയർപോർട്ട് വഴി ഇപ്പം കാണിച്ചിരിക്കുന്ന അലൈൻമെന്റിലേക്ക് കൊണ്ടുവരാം. സെക്രട്ടേറിയറ്റിന്റെ പൈതൃക സൗന്ദര്യത്തെ ബാധിക്കാത്ത രീതിയിൽ ഭൂഗർഭ മെട്രോയാകും അതുവഴി ഉചിതം. എല്ലാ സ്റ്റേഷനുകളും കേന്ദ്രീകരിച്ച് വലിയ പാർക്കിംഗ് ക്രമീകരണങ്ങളും വേണം. ഫുട്ഫോളുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും സ്കൈവോക്ക് ഉണ്ടാകണം, അത് ആദ്യത്തെ കാര്യം. രണ്ടാമത് അവിടെ ബസ് നിർത്താനായിട്ടുള്ള ബസ് ഡേ ഉണ്ടാകണം, ബസ്സിന് പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. കൊച്ചിയിൽ അതില്ല. അതുപോലെ തന്നെ ഓട്ടോറിക്ഷയ്ക്കും ടാക്സിക്കും പ്രൈവറ്റ് വെഹിക്കിൾസിനും അവിടെ പാർക്കിംഗ് സ്പേസ് ഉണ്ടാകണം, അതില്ല. പലയും പട്ടത്ത് തന്നെ 45 സെന്റ് അക്വയർ ചെയ്യുമ്പോൾ ഇതൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. റോഡിൽ തന്നെ ആയിരിക്കും ബസ് നിർത്തുന്നത്, അവിടെ ട്രാഫിക് ജാം ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകണം. ഇനിയും ചില കടമ്പകൾ കൂടി സർക്കാർ മറികടക്കേണ്ടി വരും. പ്രധാനമായി കേന്ദ്ര അനുമതി തന്നെയാണ്. അത് ലഭിച്ചു കഴിഞ്ഞാൽ വായ്പ ഉറപ്പാക്കണം. കൂടാതെ കഴക്കൂട്ട് മുതൽ ഈഞ്ചിക്കൽ വരെയുള്ള ഭാഗത്ത് ദേശീയപാതയിലൂടെ മെട്രോ നിർമ്മാണത്തിന് അനുമതി ലഭിക്കാനുള്ള തടസ്സങ്ങളും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് 6 മാസത്തിനുള്ളിൽ നിർമ്മാണം തുടങ്ങാനാകുമെന്നാണ് KMRL പ്രതീക്ഷ. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.